കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മായിയും അമ്മാവനും കാല് പിടിച്ച് സുഭാഷിനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നുണ്ടെങ്കിലും റൂമിൽ നിന്നിറങ്ങിയ സുഭാഷ് താലിമാല ഉയർത്തിപ്പിടിച്ച് സുനന്ദയുടെ അടുത്തേക്ക് നടന്നു വരികയാ. അവൻ സുനന്ദയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കെ സമയം കളയാതെ താലി കെട്ടടാന്ന് അച്ഛനും. സുനന്ദയും പ്രതീക്ഷയോടെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും കുറെ വിടാൻ തുടങ്ങുകയാണ്. സുഭാഷിനോടെ താലിയും പിടിച്ചു നിൽക്കുന്ന സുഭാഷിനോടായി നോക്കി നിൽക്കാണ്ട് കെട്ട് സുഭാഷേട്ട എന്ന് ഹരീഷും പറയുന്നുണ്ട്. അവൻ ആ താലി ചരട് കെട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും സുനന്ദയും സന്തോഷത്തോടെ നിൽക്കുകയാ. അവളുടെ കണ്ണിലേക്ക് തന്നെ ടെൻഷനോടെ നോക്കിക്കൊണ്ട് താൻ ഉയർത്തിയ ആ താലിച്ചരട് സുഭാഷ് പിൻവലിക്കുകയാ. അത് കാണാൻ ടെൻഷനോടെ ഹരീഷും പറയുന്നുണ്ട്, ഏട്ടാ വേഗമെന്ന്. ഏട്ടാ ഇനി എന്താ ആലോചിക്കാനുള്ളത്? താലി കെട്ടെന്ന് നികേഷും. നോക്കി നിൽക്കാതെ കെട്ടട താലി എന്ന് അച്ഛനും. അത് കേൾക്കെ സുഭാഷും സുനന്ദയോടായി, ഇപ്പൊ നമ്മുടെ കല്യാണം കഴിയും, പിന്നെ അത് കഴിഞ്ഞാലോ? നിന്റെ അച്ഛനും അമ്മയും ഏർപ്പാടാക്കിയ കല്യാണം മുടങ്ങിയ അതുമൂലം അവർക്കുണ്ടാവുന്ന അപമാനം അവർക്ക് സഹിക്കാൻ കഴിയോ? അവരെ നാണം കെടുത്തിയിട്ട് നമുക്ക് ഈ കല്യാണം വേണോ എന്ന സുഭാഷിന്റെ ചോദ്യങ്ങൾക്ക് അച്ഛനും ടെൻഷനോടെ അവിടെ ഇരിക്കുക. ചേട്ടാ വെറുതെ ആലോചിക്കാതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. ദേ ഇങ്ങനൊരു അവസരം ഇനി കിട്ടൂല. വേറെ ആരെ പറ്റിയും ചേട്ടൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ട് സുഭാഷ് ചേട്ടാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ നിൽക്കുന്ന സുനന്ദയോടായി, സുനന്ദേ എല്ലാവരെയും സങ്കടപ്പെടാനും കരയാനും വിട്ടിട്ട് നമ്മൾ ഈ ജീവിതം തുടങ്ങിയിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് നിർത്തുമ്പോഴേക്കും അതുവരെ ടെൻഷനോടെ നിൽക്കുകയായിരുന്ന ലളിതയും, നിന്റെ സുഭാഷേട്ടന് കാര്യം മനസ്സിലായി, അവന്റെ പറയണ കേട്ടില്ലേ, നീ വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക. ധനശേഖരനും സുനന്ദയോടായി, അച്ഛൻ നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നല്ലതിനാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട്, അതാ അവൻ അങ്ങനെ പറയുന്നത്, നീ വാ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷും സുനന്ദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, നീ പോ സുനന്ദേ എന്ന് പറയേ. സുഭാഷേട്ടൻ എന്തൊക്കെ ഈ പറയണേ, എന്തിനു പോവാൻ പറയണെന്ന് ഹരീഷും ചോദിക്കുന്നു. ഹരീഷെ നിക്ക്, ഞാൻ സംസാരിക്കല്ലേ എന്ന് അവനോടായി പറഞ്ഞ് വീണ്ടും സുനന്ദയോടായി, അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്കതിന്റെ നന്മ ആ സമയത്ത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതായിരുന്നു ശരിയെന്ന് തോന്നുക. ഇതും അത്രേ ഉള്ളൂ. കുറെ കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. ലോകത്ത് നമുക്ക് വേണ്ടി ആര് വേണേലും എന്ത് വേണേലും ചെയ്തു തരുമായിരിക്കും. പക്ഷേ അച്ഛനും അമ്മയും ചെയ്യുന്ന അത്രയും ഒന്നും വരില്ല. നീ അവരെ വിശ്വസിക്ക്, നീ പോ എന്ന് സുഭാഷൻ ടെൻഷനോടെ നിറ കണ്ണുകളോടെ നിൽക്കുന്ന സുനന്ദയോടായി പറയുമ്പോഴേക്കും അച്ഛനും ദേഷ്യത്തോടെ, എടാ മരം മണ്ട കടും പൊട്ട, നിന്റെയൊക്കെ താളത്തിനൊത്തു തുള്ളിയ എന്നെ വേണം പറയാൻ. എടാ ഈ ജന്മം നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല, അതിനുള്ള രാശി നിനക്കില്ല, അതാ നല്ലത്. ഗണപതിയുടെ കല്യാണം പോലെ എന്നും നാളെ എന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് പോവുകയാണ്. സുധീഷും സുഭാഷ് ചേട്ടനോടായി, ചേട്ടാ ചേട്ടൻ ഇതെങ്ങനെ പറ്റുന്നു? സുഭാഷ് ചേട്ടൻ ഇത്രയും ദുഷ്ടനാവരുതെന്ന് പറയുമ്പോഴേക്കും, അതേടാ ഞാൻ ദുഷ്ടനാ. ദുഷ്ടൻ എന്ന് പറഞ്ഞ് സുനന്ദയോടായി, നമ്മുടെ കല്യാണം കഴിഞ്ഞ് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റിയ നിനക്ക് സന്തോഷാവോന്ന് അവളോട് ചോദിക്കെ, ഇല്ലെന്ന് അവൾ തലകുലുക്കുന്നുണ്ട്. അപ്പോ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ജന്മത്തില് നമ്മുടെ വിവാഹം നടക്കില്ലെന്ന് വിചാരിക്കുക. നീ അവരുടെ കൂടെ പോയെന്ന് സുഭാഷ് പറയെ, എന്നെ കൊണ്ട് പറ്റില്ല സുഭാഷ് ചേട്ടാ എന്ന് സുനന്ദയും സങ്കടത്തോടെ പറയുക. അവൻ വീണ്ടും ആ താലിച്ചരട് ഉയർത്തി നോക്കിക്കൊണ്ട്, ഈ കല്യാണം ഇനി നടക്കില്ല സുനന്ദേ. സുഭാഷേട്ടനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ നീ പോണമെന്ന് തീർത്തു പറഞ്ഞ് സുഭാഷ് ആ താലിച്ചരട് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ടുചെന്ന് വെക്കുമ്പോഴേക്കും അമ്മായി ചെന്ന് സുനന്ദയുടെ കയ്യിൽ പിടിച്ചു വലിച്ച്, അവൻ പറഞ്ഞത് കേട്ടില്ലേ, നീ വാ വരാൻ, വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും സുനന്ദ സുഭാഷേട്ടനെ നോക്കിക്കൊണ്ട് ഒരേ നിൽപ്പ് തന്നെയാ. അങ്ങോട്ട് വന്ന സുഭാഷിനെ നോക്കിക്കൊണ്ട് അവൾ അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട്, സുഭാഷേട്ടാ ഇപ്പൊ ഞാൻ പോയാൽ പിന്നീട് ഒരിക്കലും ഇനി നമ്മൾ കാണില്ല എന്ന് പറഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോഴേക്കും അമ്മ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചേ, വാ മോളെ, എന്തിനാ നീ അവിടെ തന്നെ നോക്കി നിൽക്കുന്നേ? നിന്നെ വേണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞില്ലേ, വാ മോളെ വരാൻ, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ട് പോവുകയാ. സുധീഷും ടെൻഷനോടെ, സുഭാഷ് ഏട്ടാ ദേ സുനന്ദ പോവുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് അതേ നിൽപ്പ് തന്നെയാ. ധനശേഖരനും സുഭാഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും സുധീഷും ചേട്ടനോടായി, ചേട്ടാ ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ദേ ഇങ്ങനെ വിവരം കേട്ട് പെരുമാറാമോ? സുനന്ദ തീരുമാനമെടുത്ത് ഇവിടം വരെ വന്നതല്ലേ എന്ന് ചോദിക്കേ, ചെയ്തത് തെറ്റായി പോയി സുഭാഷ് ഏട്ടാ, ശരിക്കും തെറ്റായി എന്ന് ഹരീഷും. അത് കേൾക്കെ നിധിയും, എല്ലാരും കൂടി ഏട്ടനെ കുറ്റപ്പെടുത്തണ്ട, മിണ്ടാതിരിക്കെന്ന് പറയുക. സുഭാഷം ഒന്നും മിണ്ടാതെ നടന്ന് ടെൻഷനോടെ ഉമ്മറത്തെത്തുമ്പോഴേക്കും അടുക്കള വാതിൽ വഴി ഇറങ്ങിയ സുനന്ദയും കൂട്ടരും മുൻവശത്തെ മുറ്റത്തുകൂടി നടന്നു നീങ്ങുകയാ. അമ്മ പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നതിനിടയിലും സുഭാഷ് ഏട്ടനെ ടെൻഷനോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് സുനന്ദയുടെ നടപ്പ്. സുഭാഷും ടെൻഷനോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. അവർ പോയി കഴിയുമ്പോഴേക്കും സുഭാഷും അകത്തേക്ക് കയറാൻ തുടങ്ങിയതും സുധീഷ് വിളിച്ച്, സുഭാഷ് ചേട്ടാ എന്താ നടന്നത്? ചേട്ടനെ ഉള്ളിൽ വിളിച്ചു കൊണ്ടുപോയി എന്താ അവര് പറഞ്ഞത്? ഈ കല്യാണം നിന്നാലുള്ള നാണക്കേടിനെ പറ്റിയിട്ടാണോ?
അത് കേട്ടിട്ടാണോ സുഭാഷ് ഏട്ടൻ പിന്മാറിയത്? ചേട്ടാ, അവർക്ക് നമ്മളോട് ഒരു തരി സ്നേഹമോ കരുണയോ എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ എന്തിനാ ഇത് ചെയ്യാൻ പോയെന്ന് സുധീഷ് ചോദിക്കെ. കഷ്ടമുണ്ട് സുഭാഷ് ഏട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ മുറിയിൽ ചെന്ന് ഒറ്റയ്ക്കിരിക്കെ ചെല്ല്, അതെങ്കിലും നടക്കട്ടെ എന്ന് നികേഷും. ഹരീഷും അവസാനത്തെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഇന്ന് അതും പോയി. ഇങ്ങനെ ത്യാഗിയാവരുത്. ഇനിയിപ്പോ സുനന്ദയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയില്ലല്ലോ. തെറ്റ് സുഭാഷ് ഏട്ടന്റെ ഭാഗത്തല്ലേന്ന് ചോദിക്കെ അവനെന്ന് നോക്കിക്കൊണ്ട് സുഭാഷ് അകത്തേക്ക് നടന്നു നീങ്ങുകയാ. അവിടെ വീട്ടിലെത്തിയ ധനശേഖരനും ലളിതയും സുനന്ദയും കൂട്ടി അവളുടെ റൂമിലേക്ക് ചെന്ന് ഡോർ അടയ്ക്കുമ്പോഴേക്കും സുനന്ദയും കട്ടിലേക്ക് ഇരുന്ന് കരയാൻ തുടങ്ങിയിരുന്നു. ധനശേഖരനും അങ്ങോട്ട് വന്ന് അവളുടെ അരികെ നിൽക്കുന്ന ലളിതയോട് മാറി നിൽക്കാനായി പറഞ്ഞ് അവളുടെ കാലിലേക്ക് വീണ് ഞാൻ നിന്റെ കാല് പിടിക്കാം മോളെ എന്ന് പറഞ്ഞ് നിലത്തിരുന്ന് കൈകൂപ്പിക്കൊണ്ട്, ഈ ജീവിതത്തിൽ ഇനി നിന്നോടൊന്നും ഞാൻ ചോദിക്കില്ല മോളെ, ഈ കല്യാണം ഒന്നും നടത്തി കിട്ടാൻ അച്ഛനെ നീ ഒന്ന് സഹായിക്കും മോളെ, പ്ലീസ് മോളെ എന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ കാല് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കട്ടിലിന്ന് എഴുന്നേറ്റ് സുനന്ദയും അച്ഛൻ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും ധനശേഖരനും അവിടുന്ന് എണീക്കുക. അദ്ദേഹം അവിടെ നിന്ന് പൊട്ടി കരയുമ്പോഴേക്കും അമ്മയും ദേഷ്യത്തോടെ അച്ഛനെ കൊണ്ട് കാല് തൊടിവിച്ചല്ലോടി നീ മഹാപാപി എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് സുനന്ദയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇനി ഇതാണ് നിന്റെ ജീവിതം, ഇനിയെങ്കിലും നീ അതൊന്നും മനസ്സിലാക്ക്. ഇതിലും മേലെ ഇനി ഞങ്ങളെ നിനക്ക് കഷ്ടപ്പെടുത്താനില്ല. ഇനിയെങ്കിലും നിനക്കുണ്ടാക്കി തന്ന ജീവിതം നീ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്, ഇത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ അമ്മ പൊട്ടിക്കരയുമ്പോഴേക്കും സുനന്ദയും സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽപ്പാ. പിന്നീട് ലളിത തന്റെ കണ്ണീരെല്ലാം തുറച്ചുകൊണ്ട്, നിങ്ങൾ വാ, ഇനി ഇവളുടെ മുന്നിൽ കരഞ്ഞത് മതി, അതേട്ടാന്ന് വിളിച്ച് ധനശേഖരനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സുനന്ദയും സങ്കടത്തോടെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ തന്റെ കഴുത്തിലേക്ക് താലി കെട്ടാൻ ഒരുങ്ങുന്നതും പിന്നീട് പിൻവാങ്ങുന്നതും തന്നെ അമ്മ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും ടെൻഷനോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന സുഭാഷ് ഏട്ടനെയും അവൾ ആ തറയിലേക്കിരുന്ന് സങ്കടത്തോടെ പൊട്ടി കരയുകയാ. പിന്നീട് രാവിലെ ആവുമ്പോഴും കല്യാണ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേൾക്കെ സുധീഷും കൂട്ടരും അവിടെ ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ തന്നെ ഇരിപ്പ. അങ്ങോട്ട് സൈക്കിളിലെത്തിയ അച്ഛനും സൈക്കിളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഇവറ്റകളെ കൊണ്ട് തോറ്റൽ പാട്ട് അവിടെ കേട്ടാ പോരെ, നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കണം, ബോംബ് പൊട്ടിയതുപോലുണ്ട് പാട്ട്, ലോകത്ത് ആദ്യമായി നടക്കുന്ന കല്യാണമല്ലേ, ഒടുക്കത്തെ ഒരു തുന്തനാന എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാ. സുഭാഷും ടെൻഷൻ മറയ്ക്കാനായി അവിടെ അയൺ ചെയ്ത് നിൽപ്പുണ്ട്. അച്ഛനും അകത്തേക്ക് കയറി, ഓ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ടല്ലേ. ഒച്ചയും അനക്കമൊന്നും കേൾക്കാഞ്ഞപ്പോ ഞാൻ കരുതി നാട് വിട്ടു പോയെന്ന്. ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ആ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്, എന്നിട്ടും വീട്ടിൽ വെറുതെ പാട്ട് വെച്ച് ഒച്ചയുണ്ടാക്കുക നാറികള്. എന്തിനാ? നമ്മളെ കേൾപ്പിക്കാൻ നമ്മളൊഴികെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഫോണിലൂടെ കല്യാണക്കുറി അയച്ചു കൊടുത്ത പോലും. ചായക്കട നടത്തുന്ന രാജൻ കടയടച്ചിട്ടാ കല്യാണത്തിന് പോയിരിക്കുന്നത്. ചെവിടം പോയാലും വേണ്ടില്ല, കല്യാണം കൂടണമെന്ന്. എന്തിനാ? ഒറ്റില ചോറിന് 23 തരം കറികളും 3 തരം പായസവും, ദുബായ് വീട്ടിലെ കല്യാണമല്ലെന്ന് പാടി പുകഴ്ത്താൻ കുറെ പരീക്ഷകളും. ഇന്നലെ രാത്രി വരെ ഇവിടെ നിന്ന് കരഞ്ഞ പെണ്ണ, ആ കഥകളൊക്കെ നാട്ടുകാരറിയണം. അവന്റെ ഗൾഫിലെ പത്രാസൊക്കെ അതോടെ തുലയും. കല്യാണം തന്നെ കുളം തോണ്ടിയനെ എന്ന് പറഞ്ഞ് അയൺ ചെയ്യുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന്, ഡാ സുഭാഷേ, ആ താലികെട്ടിന് ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്, ഇപ്പൊ വേണേലും നിനക്ക് സുനന്ദയെ ചെന്ന് വിളിക്കാം. അവൾ ഇറങ്ങി വന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുണയുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വാടാ എന്ന് പറയുമ്പോഴേക്കും, ഒന്നും മിണ്ടാതിരിക്കച്ച എന്ന് സുഭാഷും. അപ്പോഴേക്കും സുധീഷും, ചേട്ടാ മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്, ചേട്ടനൊന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ചേട്ടാ, ഈ കല്യാണം നടക്കരുത് പ്ലീസ്, ചേട്ടാ ഒന്ന് റെഡിയായി. അവര് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ചേട്ടനും സുനന്ദയുമായിട്ടുള്ള കല്യാണം നടക്കണം എന്നവൻ പറയുന്നത് കേൾക്കെ, നീ എന്താടാ ഈ പറയുന്നത് എന്ന് സുഭാഷും ചോദിക്കുക. അത് കേൾക്കെ ഹരീഷും, സുഭാഷേട്ടാ എന്റെയും അഭിപ്രായം അതാ, സുനന്ദ ഇന്നലെ ഇറങ്ങി വന്നപ്പോ തന്നെ കല്യാണം നടത്തണമായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് വന്നിട്ട് എത്ര ഈസി ആയിട്ടാ ചേട്ടൻ അവളെ തിരിച്ചയച്ചത്. സുനന്ദനെ ഇഷ്ടമുള്ള കാരണം കൊണ്ടല്ലേ അന്ന് അമ്പലത്തിൽ സുനന്ദയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അന്ന് സുനന്ദ ഇറങ്ങി വന്നിരുന്നെങ്കിൽ കല്യാണം നടക്കുമായിരുന്നില്ലേ. പിന്നെ എന്തിനാ അത് വേണ്ടെന്ന് പറഞ്ഞേ? അല്ല, എന്താ സുഭാഷേട്ടന് പറ്റിയേ? അവസാന നിമിഷം പേടിച്ച് പിന്മാറി നിന്ന സുനന്ദ വരെ ഇന്നലെ ധൈര്യത്തോടെ വന്നു. ആ അവസരം വിട്ടുകളഞ്ഞത് സുഭാഷേട്ടനാ. ഇപ്പോഴും സമയം വൈകിട്ടില്ല, ഏട്ടനൊരു എസ് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നവൻ പറയ. സുധീഷും, അതേന്ന് ഇനി ചേട്ടനൊന്നും തീരുമാനിക്കേ, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറയേ. എന്തൊക്കെയാടാ നിങ്ങൾ ഈ പറയുന്നത്? ഇത് സിനിമയും സീരിയലും ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് സുഭാഷേട്ടനും പറയുന്നുണ്ട്. ചേട്ടാ, ആ ജീവിതം നന്നാവാനല്ലേ ഞങ്ങൾ എല്ലാവരും ഈ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. അത് നിനക്ക് തോന്നുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ പണം ചെലവിട്ട് എത്രയോ ആളുകളെ വിളിച്ച് നാളെ മുതൽ ആ കുടുംബത്തിന് ഈ നാട്ടിൽ ജീവിക്കണ്ടേ. ആ ചെറുക്കന്റെ അവസ്ഥ എന്താവും? സുഭാഷ് ചോദിക്കുന്നതൾക്കേ, ഷോ ഇവനെ പോലൊരു വിളക്കെണ്ണ എന്ന് അച്ഛനും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണോ ഇത്? ഇത് ഏട്ടന്റെ കൂടി ജീവിത, ഇപ്പോഴും സമയമുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അവൻ പറയാ. മതി, നിർത്ത്, ഇത് നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. സുനന്ദയ്ക്ക് കിട്ടിയ നല്ലൊരു ബന്ധമാത്, അത് നടക്കട്ടെ, എന്നിട്ടവൾ സുഖമായിട്ട് ജീവിക്കട്ടെ, അത് മതിയെന്ന് സുഭാഷ് പറയേ. അയ്യോ മഹാത്യാഗി ഷിബി മഹാരാജാവിന്റെ പുനർജന്മമേ, നീ എന്റെ തന്നെ മകനായിട്ട് അവതരിച്ചല്ലോ. എടാ, ഒരാണിനെ പോലെ പെരുമാറടാ വല്ലപ്പോഴെങ്കിലും. ഒരു തരി ഉശിരി കാണിക്കുന്ന അച്ഛനും പറയുകയാ. അത് കേൾക്കാൻ നികേഷും, നിങ്ങൾക്ക് വേണ്ടതിലധികം ഉശിരുണ്ടല്ലോ, എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു നാക്കുമുണ്ട്. ചെല്ല്, സ്വന്തം അനിയത്തിയല്ലേ, ചെന്ന് 4 വാക്ക് സംസാരിച്ച് അനിയത്തിയുടെ മകളെ ചേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. എന്താ പറ്റുമെന്ന് നികേഷ് വെല്ലുവിളിയോടെ ചോദിക്കേ. ഡാ,
കണ്ണി കണ്ട നാറ്റക്കുഴിയാനുകളുടെ കാലിൽ ചെന്ന് വീഴാനേ ഈ ഭാസ്കറിന് മനസ്സില്ല. മിണ്ടാതിരിയടാ മൊരട്ടു മുയലേ എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അപ്പോഴേക്കും സുധീഷും എഴുന്നേറ്റുകൊണ്ട് നികേഷിനോടായിടാ നീ എന്തിനാടാ വെറുതെ അങ്ങനെയുടെ മെക്കിട്ട് കയറാൻ പോയത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാൻ നികേഷും ഒന്നും മിണ്ടാതെ നിൽപ്പാ. സുധീഷ് വീണ്ടും സുഭാഷേട്ടന്റെ അടുത്തേക്ക് ചെന്ന് സുഭാഷേട്ടാ പ്ലീസ് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയേ സുഭാഷും ദേഷ്യത്തോടെ ഈ സംസാരം നിർത്താനാ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഹരീഷും അങ്ങോട്ടെത്തി ഏട്ടാ സത്യമായിട്ടും പറയാ, പിന്നെ ഇതോർത്ത് ചേട്ടൻ ദുഃഖിക്കേണ്ടി വരും. മുന്നിൽ വന്നിട്ടുള്ള അവസരമാ തട്ടിക്കളയണേ. സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കരുത്. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് അവൻ പറയേ. ഇല്ലടാ എനിക്ക് വിഷമമില്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്കെന്ന് സുഭാഷ് പറയുകയാണ്. സുധീഷും ചേട്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ എന്നിട്ട് പറ, എന്ത് റിസ്ക് എടുക്കാനും ഞങ്ങൾ റെഡിയാ, ഏട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയേ. നീ എന്താ പറയുന്നത്, കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഞാൻ അവളെ വിളിച്ചിറക്കണോ എന്ന് സുഭാഷ് ചോദിക്കേ. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, അല്ലാണ്ട് സ്വയം വേദനിച്ചിട്ട് കാര്യമില്ല. സുനന്ദ ഈ കല്യാണത്തിന് ഇഷ്ടത്തോടെയാണോ സമ്മതിച്ചേ, ഏട്ടനല്ലേ അവളെ തിരിച്ചയച്ചത്. ഇപ്പൊ ചേട്ടൻ ആ മണ്ഡപത്തിൽ പോയി നിന്ന ആ നിമിഷം തന്നെ അവൾ കൂടെ ഇറങ്ങി വരും. കാണണോ ഏട്ടൻ സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ. പ്ലീസ് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ എല്ലാവരും മറക്കും. ഈ ഒരു മണിക്കൂർ ഇനി ഒരിക്കലും കിട്ടാൻ പോണില്ല. പറയണതൊന്ന് കേൾക്കെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും മതി നിർത്തണം. കൂട്ടം കൂടി കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്നു. നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ചെയ്യണ്ട, ഇപ്പൊ ഉള്ളതുപോലെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ദയവ് ചെയ്ത് ഈ സംസാരം ആദ്യമൊന്ന് നിർത്ത്. എടാ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ആലോചിക്കാതെ എത്ര പേരെയാണ് ഇതുമൂലം ബാധിക്കാന്ന് ഒന്ന് ചിന്തിക്കുക. എന്നും എപ്പോഴും അവനവനെ പറ്റി തന്നെ ചിന്തിക്കുന്ന ഈ ഏർപ്പാടങ്ങ് നിർത്ത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവര് നോക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പണി സൈറ്റിലെത്തിയ സുഭാഷ് പണിയെടുക്കാൻ കഴിയാതെ ടെൻഷനോടെ സുനന്ദയുടെ വിവാഹകാര്യം ഓർത്തിരിക്കുന്നതും അവന്റെ ടെൻഷൻ കണ്ട് ബയ്യ അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതും വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ കല്യാണ പെണ്ണായി ഒരുങ്ങിയ സുനന്ദയെയും പയ്യനെയും കാണുന്നതും ആ കാഴ്ച കണ്ട് വീട്ടിലെത്തിയ അവൻ മനസ്സു തകർന്ന് പൊട്ടിക്കരഞ്ഞ് സങ്കടം സഹിക്കാൻ കഴിയാതെ നിധിയുടെ മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.